ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പിടിച്ചാലോ? പിന്നെന്താ, പാവ് ഭാജി തന്നെ ആയിക്കോട്ടെ. അല്ല, ഈ പാവ് ഭാജി അപ്പൊ ഹെൽത്തി ആണോ? നമ്മൾ വീട്ടിലുണ്ടാക്കിയ അത് ഹെൽത്തി, പുറത്തുനിന്ന് മേടിച്ച അൺഹെൽത്തി. ആഹാ, അന്ന് പറഞ്ഞതായോ എങ്ങനെയാ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുക? പിന്നെന്താ, വാ. ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക. അതിനുശേഷം കുറച്ച് ജീരകം, പിന്നെ നമ്മൾ നേരത്തെ ഇടിച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയിലയുടെ പേസ്റ്റും കൂടെ ഇടുക. അതിലേക്ക് നമുക്കിഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ഇവിടെ ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളിത് ഹെൽത്തിയർ വേർഷൻ ആക്കുന്നത്. ബട്ടറിൻ്റെ അളവ് കുറയ്ക്കുക, പിന്നെ വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടുക. അപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾസാണ് നമ്മൾ ഇതിനകത്ത് ഇടുക? ഇവിടെ നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ക്യാരറ്റ്, പൊട്ടാറ്റോ, സവാള, ക്യാപ്സിക്കം, ബീൻസ്, ഗ്രീൻ പീസ്, കോൺ, തക്കാളി, അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഇഷ്ടം. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും പാവ് ഭാജി മസാലയും പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 3-4 വിസിൽ എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ആ ഒരു പാകത്തിന് ആക്കണം. ഇപ്പം ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഇതൊന്ന് ഉടച്ചെടുക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇത്തിരി മുളക് പൊടി ഇട്ട് ഒന്ന് താളിച്ച് മസാലയുടെ മേലിലേക്കൊന്ന് ഒഴിക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അവിടെ മൂടി വെക്കുക. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് നമ്മുടെ ബൺ നമുക്ക് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം. അത് 2 സൈഡും മുരിച്ച് എടുത്ത് അത്രയേ ഉള്ളൂ, സെർവ് ചെയ്യാം. ഇനി അപ്പം നമ്മുടെ ഹെൽത്തി വേർഷനിലുള്ള പാവ് ഭാജി റെഡിയായി. ആക്ച്വലി വെളിയിൽ നിന്ന് ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ട്രസ്റ്റ് മീ, ഇത് സൂപ്പർബായിരുന്നു. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക.